ശ്രീ ഷാജി കൈലാസുമായിട്ട് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പടം രുദ്രാക്ഷമായിരുന്നു. ശരിക്കും ഒരു ബ്രോത്തിൽ ഹൗസിൻ്റെ കഥയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ലൊക്കേഷൻ നോക്കി. അവസാനം ഊട്ടിയിൽ ഫേണിൽ പാലസാണ് അതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും അവിടുത്തെ കോറിഡോറുകളെല്ലാം അത്തരത്തിൽ ശ്രദ്ധിച്ചാലറിയാം. അതിനുവേണ്ടി പ്രത്യേകതരം ലൈറ്റുകൾ ഡിസൈൻ ചെയ്ത് ചെയ്യുകയായിരുന്നു. ചുവരുകളിലിരിക്കുന്നത്, അതുപോലെ തന്നെ ചില ലാമ്പിൻ്റെ സ്ട്രീക്ക് ലൈറ്റ് വീഴുന്നതിൻ്റെ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ചില ആർട്ട് ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഫേണിൽ പാലസിനുള്ളിൽ ചെയ്തതാണ്. ഒരു ബ്രോത്തിൽ ഹൗസിൻ്റെ മൊത്തം ഒരു അറ്റ്മോസ്ഫിയർ അതിനകത്തുണ്ടാക്കി. ശരിക്കും ആ സമയത്ത് മിഥുനമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സാബുസിറിൽ പ്രിയദർശന് വേണ്ടി ചെയ്ത ഒരു സിനിമ ഊട്ടിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് കളർഫുള്ളായിട്ടായിരുന്നു രുദ്രാക്ഷത്തിൻ്റെ സെറ്റ് ചെയ്തത്. ഒരു ബ്രോത്തിൽ ഹൗസാണ്. അതിൻ്റേതായ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലാമ്പുകൾ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ ആർട്ട് ഡയറക്ഷൻ രീതിയൊക്കെ കുറച്ച് വ്യത്യാസമുള്ള ഒരു മൊത്തത്തിൽ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒന്നാമത് ഫേണിൽ പാലസാണ്. ഫേണിൽ പാലസിന് തന്നെ ഒരു വലിയ മനോഹാരിതയുണ്ട്. പിന്നെ കിലുക്കമൊക്കെ ചെയ്തത് അവിടെയാണ്. അത്തരത്തിലുള്ള ഒരു മിസ്റ്റ് വീഴുന്ന നല്ല ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ഉള്ളതാണ്. അതിലാണ് ആ ഫേണിൽ പാലസിലാണ് രുദ്രാക്ഷത്തിൻ്റെ സെറ്റ് പൂർണ്ണമായിട്ടും ഇട്ടത്. ഈ സമയത്താണ് ഇത് കാണാനായിട്ട് എൻ്റെ സെറ്റിനെ കുറിച്ച് ആരോ പറഞ്ഞിട്ട് സാബുസിറിൽ അവിടെ വരുന്നു. അങ്ങനെ പല ദിവസങ്ങളിലും സാബു വരികയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സെറ്റിൽ സാബു ഉണ്ടായിരുന്നു കുറച്ച്. ശരിക്കും രുദ്രാക്ഷം ഒരു യാത്ര ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. ഫേണിൽ പാലസിൽ തുടങ്ങുന്നു. ആനി ആയിരുന്നു അതിലെ നായിക. സുരേഷ് ഗോപിയായിരുന്നു നായകൻ. ഇവരുടെ ശരിക്കും ഒരു ഒളിച്ചോട്ടം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കിലുക്കമൊക്കെ ചെയ്ത ഒരു പ്രശസ്തമായ ഒരു പൊള്ളാച്ചിയിലെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് ചാടുന്ന സീനൊക്കെയുണ്ട്. ശരിക്കും ഇത് ഊട്ടിയിൽ തുടങ്ങി പൊള്ളാച്ചിയിലേക്ക് വന്നു. അപ്പോൾ ഇതിനിടയിൽ ഊട്ടിയിൽ തന്നെ ഞങ്ങൾ കുറേ ഒരു കുതിരലായൊക്കെ സെറ്റ് ഇട്ടിരുന്നു. അത് നമ്മുടെ സ്കൂൾ മന്തിലായിരുന്നു. സ്കൂൾ മന്തിലും പേമന്തിലും ഊട്ടിയിലെ തന്നെ 2 വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്, സന്ദർശകർ വരുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ കുതിരലായം സെറ്റ് ഇട്ടിരുന്നത്. ശരിക്കും അതൊരു ഓഫ് സീസണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മഴയുണ്ടാവും, മഞ്ഞുണ്ടാവും. ഇങ്ങനെ കാർപ്പൻറ്റേഴ്സിന് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നതാണ്. കുറേ കാളവണ്ടികൾ, ഒരു 10-20ഓളം കാളവണ്ടികൾ കളർ ചെയ്ത് അതൊരു സോങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ശുഭ പാടിയ പാട്ട് രഞ്ജി പണിക്കരായിരുന്നു അത് എഴുതിയത്. പക്ഷേ അത് അവസാനം പടത്തിൻ്റെ ലെങ്ത് കൂടിയപ്പോഴത്തേക്കും അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ അങ്ങനെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫേണിലിൽ ഒരു വലിയ അമ്പലം, ട്രൈബൽ ക്ഷേത്രം സെറ്റിട്ടിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള നൃത്തവും അവരുടെ ആചാരങ്ങളും ഒക്കെ കാണിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ സെറ്റോടുകൂടിയ ഒരു സെറ്റുകളുടെ അനവധി സെറ്റുകളുള്ള ഒരു ചിത്രമായിരുന്നു ഈ രുദ്രാക്ഷം. എന്നിട്ട് അവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്ക് വരുന്നു. ഏറ്റവും അവസാനം ഫൈറ്റ് നടക്കുന്നിടത്തേക്ക് ഈ പാറകൾ വന്ന് വീഴുന്ന സീനുണ്ട്. അപ്പോൾ ഈ പാറകളെല്ലാം നമ്മൾ കൃത്രിമമായിട്ട് തെർമോക്കോളും എല്ലാം കൊണ്ട് ചെയ്യുമായിരുന്നു. അത് കുറേ പൊള്ളാച്ചിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ സമയത്തൊക്കെ ഈ ക്ലൈമറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. മഴ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് മാറും. പൊള്ളാച്ചിയിൽ മഴ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് മാറി. എന്നിട്ട് ഏറ്റവും അവസാനം ക്ലൈമാക്സ് ചെയ്യുന്ന പാലക്കാടാണ്. പാലക്കാട് ഈ മലബാർ സിമെൻറ്റ്സിൻ്റെ കോറിയുണ്ട്. അതൊരു ഭയങ്കര രസകരമായ സ്ഥലമാണ്. നമ്മുടെ വളരെ വന്യമായ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത വനമാണത്. വനത്തിൻ്റെ ഉള്ളിലാണ് ഈ കോറിയുള്ളത്. അത് കുറേ ദൂരം ഇങ്ങനെ അതിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ മാതിരിയാണ് അനുഭവപ്പെടുക. അവിടെ ആയിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ് സീനുകൾ എടുത്തത്. അപ്പോൾ ഈ സീൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പാറകൾ പൊട്ടി വീഴുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ലോറി അതിലാണ് നമ്മൾ വലിയ ഉരുളൻ കല്ലുകൾ, പാറകൾ സെറ്റായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോയത്. ഇതൊക്കെ ആ സ്ഥലത്തേക്ക് ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്ത ഒരു സിനിമയാണ് രുദ്രാക്ഷം. ഷാജി കൈലാസിൻ്റെ മറ്റൊരു ചിത്രമായിരുന്നു കിങ്. മമ്മൂക്കയാണ് നായകനായിട്ട് അഭിനയിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ബാഹുല്യമുള്ള ഒരു ചിത്രമായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെ പ്രധാന ലൊക്കേഷൻ. നമ്മൾ പല സ്ഥലങ്ങൾ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തി.
അതിൽ പ്രധാനമായിട്ട് മിനിസ്റ്ററായിരുന്ന അന്ന് ബാലകൃഷ്ണൻ സാറ് മിനിസ്റ്ററായിരുന്നു. മിനിസ്റ്ററുടെ വീടായിരുന്നു സുരേഷ് ഗോപിയുടെ മമ്മൂക്കയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് ഗോൾഫ് ക്ലബ്ബിലെ ഒരു ഹാളുണ്ട്, അത് സെറ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ, പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ചിത്രമായതുകൊണ്ട് അന്ന് AK ആൻ്റണി ആയിരുന്നു മുഖ്യമന്ത്രി, കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. പിന്നീട് ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ശരിക്കും അത് അന്ന് ലീഡറെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു കഥയാണ് ഇത് പറഞ്ഞു പോയത്. ഇതിനിടയിലാണ് രാഷ്ട്രീയം മാറുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രതിസന്ധികൾ വരുന്നു. അതോടുകൂടി സ്ക്രിപ്റ്റ് ഒരു നിശ്ചലാവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഒന്ന് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു. പിന്നെ രണ്ടാമത് ചെയ്യുന്ന രഞ്ജി പണിക്കരാണ് അത് സ്ക്രിപ്റ്റ് എഴുതുന്നത്. രണ്ടാമത് വരുമ്പോഴത്തേക്കും രാഷ്ട്രീയം കുറേയങ്ങ് മാറി, തിരിച്ച് AK ആൻ്റണി മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ കഥ മാറുന്നു. അപ്പോൾ പക്ഷേ ലൊക്കേഷനൊക്കെ ഈ കഥയും ഇങ്ങനെ തന്നെ പോകുന്നു. ഇതിലൂടെ പിന്നീട് വരുന്ന കഥകളിൽ മാറ്റം വരുന്നു. ബാക്കി ഭാഗങ്ങൾ കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്നു. കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ മഹാറാണിയിൽ ഒരു പ്രധാന ഓഫീസ് ചെയ്യാനായിട്ട് അവിടുത്തെ ഒരു ഹാള് സെറ്റ് ചെയ്തിട്ട് അവിടെയായിരുന്നു കമ്മീഷൻ ഓഫീസും ഒക്കെ ചെയ്തത്. ട്രിവാൻഡ്രത്തും ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തും ഈ മമ്മൂക്കയുടെ ഓഫീസായിട്ട് ഷൂട്ട് ചെയ്തത് ഗോൾഫ് ക്ലബിലായിരുന്നു. അവിടെ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അതൊക്കെ ആ ചിത്രം കാണുമ്പോൾ അറിയാം. ഒരു മോഡേൺ ആയിട്ടുള്ള അതുവരെ ഒരു സർക്കാർ ഓഫീസ് കാണാത്ത രീതിയിലുള്ള ഒരു ഓഫീസൊക്കെ ആയിട്ടാണത് ചെയ്തത്. പിന്നെ ബാക്കി കോഴിക്കോട് പോകുന്നു. ഏറ്റവും അവസാനം ഒരു ചേരി കത്തിക്കലും ബ്ലാസ്റ്റിങ്ങും ഒക്കെ നടക്കുന്നു. അത് ചെന്നൈയിലാണ് ചെയ്തത്. അപ്പോൾ അതിനും ഒരുപാട് സെറ്റ് ഇടേണ്ടതായിട്ട് വന്നു. പോലീസ് ജീപ്പുകൾ പലതും നമ്മൾ മാറി ഉപയോഗിച്ചു. ആ ജീപ്പിലാണ് ഈ അതുവരെ കാണാതെ വരുന്ന ഒരു വെൽവെറ്റ് ഒരു ക്ലോത്ത് റൗണ്ട് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ ലെറ്ററിൽ കേരള പോലീസ് എന്നൊക്കെ എഴുതുന്നത്. അത് പിന്നീട് പിൽക്കാലത്ത് പോലീസിൻ്റെ വാഹനങ്ങളിൽ അത് വരാൻ തുടങ്ങിയിരുന്നു. അത്തരത്തിൽ കുറേ ഒരു പുതിയ അതിൻ്റെ ലാമ്പ് വെക്കുന്ന കാര്യത്തിൽ ഈ പോലീസിൻ്റെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ ഒരു ഡിസൈൻ ലൈറ്റ് വെക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ അതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ചെറിയാൻ കൽപ്പകവാടിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് വേണുചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്, വേണു നാഗവള്ളിയെ. അതൊരു നല്ല ഊഷ്മളമായൊരു ബന്ധമായിരുന്നു. പലപ്പോഴും വളരെ നല്ല രീതിയിൽ ഒരു സ്നേഹത്തോടുകൂടി ഒരു അനുജനെ പോലെ ചേർത്ത് നിർത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു വേണുചേട്ടൻ്റെത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും അഗ്നിദേവൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതിലേക്ക് ആർട്ട് ഡയറക്ടറായിട്ട് തന്നെ വിളിക്കുന്നത്. ഗുരുവായൂരായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് മുഴുവൻ നടന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട മനയിലായിരുന്നു. ഒരു അമ്പലമുണ്ട് മനയോട് ചേർന്ന്. ഒരു വലിയ വിശ്വേട്ടൻ എന്ന് പറയുന്ന ഗുരുവായൂരുള്ള അറിയപ്പെടുന്ന ഒരു തറവാടാണത്. വിശ്വേട്ടൻ്റെ തറവാടാണ്. അവിടെയാണ് ഈ ഫൈറ്റും ബാക്കിയെല്ലാം നടക്കുന്നത്. ഒരു പ്രാവശ്യം എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ JCB ഒക്കെ വന്നിട്ടുണ്ട്, കുറേ പൊളിക്കുന്നു, വലിയ സംഘർഷം നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോഹൻലാൽ വരുന്നു, ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുന്നത്, വളരെ ഗൗരവമായ സീൻസും അതുപോലെ തന്നെ വളരെ ഗൗരവമായ ഒരു സിറ്റുവേഷനുമാണ് അവിടെ ഉള്ളത്. ഇതിനിടയിൽ ഉച്ചയ്ക്ക് ഞാൻ എന്തൊക്കെയോ ക്ലൈമാക്സിൻ്റെ സെറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഇങ്ങനെ സ്പീഡിലിങ്ങനെ നടന്നു പോവുമായിരുന്നു. അപ്പോൾ ബ്രേക്ക് ടൈമിന് വേണുചേട്ടനും മോഹൻലാലും അവിടെ ആ വിശ്വേട്ടൻ്റെ വീടിൻ്റെ വരാന്തയുടെ ഒരു തിട്ടയുണ്ട്, കൈവരിയുണ്ട്. ആ ഒരു കൈവരിയിൽ പിന്നെ വേണുചേട്ടൻ ഇങ്ങനെ ചാരിയിരിക്കുന്നു, ഇപ്പുറത്ത് മോഹൻലാൽ സാറ് കിടക്കുന്നു. അപ്പോഴത്തേക്കുമാണ് ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും വേണുചേട്ടൻ പെട്ടെന്ന് വിളിച്ചു, പുഷ്പ എന്ന് വിളിച്ചു. ഞാനിങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അത്യാവശ്യ കാര്യം പറയാനായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ, ഞാൻ കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് ജോലി ചെയ്താൽ മതി, പോയി ഭക്ഷണം കഴിക്കുക. സത്യത്തിൽ മറ്റ് ചില സിനിമകളിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ വളരെ പലപ്പോഴും ഈ പ്രധാനപ്പെട്ട ഇപ്പം മമ്മൂട്ടിയോ അതുപോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയിൽ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരും. കാരണം ഒരു മിനിറ്റ് പോലും ആർട്ട് സെറ്റ് റെഡിയായില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു സെറ്റ് കഴിയുമ്പോൾ അടുത്ത സെറ്റ് റെഡിയാക്കുന്നു. ചിലപ്പോൾ ഈ കമേഴ്ഷ്യൽ ഫിലിമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 40 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഒരു 60 ലൊക്കേഷൻ ഉണ്ടാവും.
എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഉച്ചവരെ ഒരിടത്ത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വേറൊരിടത്തേക്ക് പോവേണ്ടി വരും. അപ്പോൾ അതും സെറ്റ് ചെയ്യണം. ഇപ്പോൾ കമ്പ്യൂട്ടർ സെൻ്ററാണ്, അവിടെ ഫൈറ്റുണ്ട് അല്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു വെക്കണം. രാവിലെ വേറെ ഓഫീസായിരിക്കും. അപ്പോൾ ഈ ഓഫീസ് പെർഫെക്റ്റായിട്ട് ചെയ്ത് ക്യാമറാമാന് ബോധ്യപ്പെട്ട് അവർക്ക് ലൈറ്റപ്പ് ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഓക്കെ ആണെന്ന് അറിഞ്ഞാലേ നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുള്ളൂ, അടുത്തതിലേക്ക് പോകണം. അങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. എല്ലാവരും ഭക്ഷണം കഴിച്ച് ആ ബ്രേക്ക് ടൈം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും അവിടെ അടുത്ത ലൊക്കേഷനിൽ നിന്ന് അവിടെ ഓടിയെത്താൻ പറ്റുന്നത്. എന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു ഡയറക്ടർ, പേര് പറയുന്നില്ല, അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, പിന്നെ ഇന്ന സെറ്റ് റെഡിയായോ? ഞാൻ പറയും ഇല്ല, അത് ഇന്നില്ലല്ലോ. അല്ല, ഇന്നുണ്ട്. ഇവിടെ 1, 2, 3 സീൻ കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഈ കഴിക്കാൻ വന്ന ഭക്ഷണം ഞാൻ പറയും അത് കുഴപ്പമില്ല, റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻസിനെ വിളിക്കുന്നു. കഴിക്കാൻ എടുത്ത ആഹാരം ചിലപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പോയ അനുഭവമുണ്ട്. പക്ഷേ ആ ദിവസം അത് ഷൂട്ട് ചെയ്തിട്ടും ഉണ്ടാവില്ല. അത്തരം അനുഭവങ്ങളിൽ നിൽക്കുമ്പോഴാണ് വേണുചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത്, പക്ഷേ ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്താൽ മതി എന്ന് പറയും. സത്യത്തിൽ അതെനിക്കൊരു തരുന്ന ഒരു കുളിർമ, ഒരു വേണുചേട്ടനൊക്കെ എത്ര മഹാന്മാരാണ് എന്ന് മനസ്സിൽ തോന്നുന്ന സന്ദർഭങ്ങളാണ്. അങ്ങനെ ഒരു സിനിമയായിരുന്നു ഈ അഗ്നിദേവൻ. അതുപോലെ തന്നെ ശരിക്കും ഈ അതിൻ്റെ ക്ലൈമാക്സ് രോഹിണി ഘട്ടങ്ങാടിയാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഭരത് ഗോപിച്ചേട്ടനുണ്ട് അതിനകത്തുണ്ടായിരുന്നു, ദേവനുണ്ട്. അപ്പോൾ ഈ ഇവരുടെ ഈ രോഹിണി ഘട്ടങ്ങാടി അമ്മയായിട്ടുള്ള കവിയത്രിയായിട്ടുള്ള അവർ മരിച്ചു കിടക്കുന്നൊരു സീനുണ്ട്. അത് ഗുരുവായൂരിലെ പാഞ്ചജന്യത്തിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ താഴത്തെ ഫ്ലോർ മുഴുവൻ ഇങ്ങനെ അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വലിയ ആദരണീയമായ വ്യക്തി മരിച്ചാൽ ഉണ്ടാകുന്ന ഈ പിന്നെ തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഗാർഡ് ഓഫ് ഓണറുണ്ട്. അപ്പോൾ അത്തരത്തിലെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഈ സന്ദർഭത്തിലുണ്ടായ വേറൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ജയരാജിൻ്റെ മിക്കവാറും സിനിമകൾ ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പൈതൃകം, സോപാന, ഹൈവേ, ശാന്തം, ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പോൾ ഒരു അറേബ്യ എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം പ്ലാൻ ചെയ്ത സമയമായിരുന്നു. അപ്പോൾ എന്നെ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ വേണുചേട്ടനെ വിട്ട് എനിക്ക് പോകാനും വയ്യ. അവസാനം ഞാൻ വേണുചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ജയരാജ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വേണുചേട്ടൻ പറഞ്ഞു, അല്ല പുഷ്പൻ്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞു. ചേട്ടൻ പോകണമെന്നോ പോകണ്ടെന്നോ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ക്ലൈമാക്സ് സീനൊക്കെ കിടക്കുകയാണ്. അപ്പോൾ പോകുന്നത് ശരിയല്ല എന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല. പിന്നെ ആ സിനിമ ഞാൻ വിടുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു രോഹിണി ഘട്ടം ആ സെറ്റപ്പ് മുഴുവൻ മരിച്ചു കിടക്കുന്ന അതിൻ്റെ പരിസരം മുഴുവൻ ഒരു റോയലായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ട്. അവിടേക്ക് വരുന്ന മോഹൻലാൽ വരുന്നുണ്ട്, അമ്മയെ കാണാൻ വരുന്ന മോഹൻലാൽ. ആ ഒരു സിറ്റുവേഷൻ അത് ശരിക്കും മറ്റുള്ളവരെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ വലിയ ഇതായിരുന്നു. വേണുചേട്ടൻ അവസാനം ആ സെറ്റിനെ അവിടെ അത് ചെയ്തത്. അപ്പോൾ എന്നോട് വിളിച്ച് പറയുകയും ചെയ്തു, പക്ഷേ അന്ന് പോയിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നല്ലോ, എന്തായാലും പോകാതിരുന്നതെന്നല്ല, നിന്നത് നന്നായി എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത്തരം ഒരു അനുഭവത്തിലൂടെയായിരുന്നു ഈ അഗ്നിദേവൻ്റെ ഷൂട്ടിങ്ങും അനുഭവങ്ങളും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. MT സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ആർട്ട് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് സുഹൃതം എന്ന സിനിമയിലായിരുന്നു. ഹരികുമാറായിരുന്നു എൻ്റെ ഡയറക്ടർ, വേണു ആയിരുന്നു ക്യാമറാമാൻ, മമ്മൂക്കയായിരുന്നു. മമ്മൂക്ക, ഗൗതമി, മനോജ് കെ ജയൻ ഒക്കെ ഉള്ള ഒരു ടീമായിരുന്നു അതിനകത്ത് അഭിനയിച്ചത്. പനമണ്ണയിലെ ഒരു മനയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ശരിക്കും MT എത്രമാത്രം അതിനകത്ത് ഇൻവോൾവ് ചെയ്തു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ശരിക്കും ആർട്ട് ഡയറക്ഷൻ്റെ കാര്യത്തിൽ പോലും സാറ് ഓരോരോ നിർദ്ദേശങ്ങൾ തരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ സുഹൃത്തത്തിൽ ഒരു ഹോളിസ്റ്റിക് ഹോസ്പിറ്റലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മസനഗുഡിയിലാണ്, മിഥുൻ ചക്രവർത്തിയുടെ കോട്ടേജിലാണ് അത് ചെയ്തത്.
പക്ഷെ അവിടെ ഒരു ഈ ഹോസ്പിറ്റലായിട്ട് ചെയ്യുന്നു, ഒരു ഹോളിസ്റ്റിക് ഹോസ്പിറ്റൽ. അതിൽ ഡോക്ടറുടെ റൂമിൽ വെക്കാനുള്ള ചരകൻ്റെയും സുശ്രുതൻ്റെയും പടം കലണ്ടർ MT സാറാണ് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുന്നത്. അത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ വെക്കാം. പിന്നെ അവിടെ വെക്കേണ്ട ചില സ്ലോഗൻസൊക്കെ സാറ് തന്നെ എഴുതി തരുന്നു. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി മാറി നിൽക്കുകയല്ല MTയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം അതിനകത്ത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലെ വേറൊരു ലൊക്കേഷൻ, ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റിന് പുറത്തേക്ക് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവിടെ 2 പേര് വന്ന് നിന്നു. ഒരു കാണുമ്പോൾ തന്നെ വളരെ പ്രൗഢിയുള്ള ഒരു ഭാര്യ ഭർത്താവാണ്, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് 2 പേരും. അപ്പോഴത്തേക്കും ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഹരിമാർ സാർ പറഞ്ഞു, അവരോട് ഒന്ന് പോയിട്ടൊന്ന് മാറി നിൽക്കാൻ പറയണേ, അല്ലെങ്കിൽ ഇങ്ങനെ അകത്ത് വന്ന് നിന്ന് കണ്ടോളാൻ പറയൂ, കാരണം അവരെ അങ്ങനെ ആട്ടി ഓടിക്കാൻ പറ്റുന്നവരല്ല. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ക്യാമറ ഇങ്ങോട്ടിരിക്കുകയാണ്, അതുകൊണ്ടൊന്ന് അകത്ത് നിൽക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല വേണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മനോജ് കെ ജയനിൻ്റെ വീടിന് വേണ്ടിയിട്ടൊരു വീട് അന്വേഷിച്ച് പിടിക്കണമായിരുന്നു. അപ്പോൾ ബാക്കി പല ലൊക്കേഷനുകളും ആൾറെഡി ഫിക്സ് ചെയ്തു. മനോജ് കെ ജയൻ്റെ വീടായിട്ട് ഒരു വീട് കിട്ടണം, ഒരു അപ്രോച്ച് റോഡ് വേണം, കുറച്ച് സമ്പന്നമായ ഒരു വീടാണ്. അങ്ങനെ വന്ന് നോക്കി പോകുമ്പോഴുണ്ട്, ഒറ്റപ്പാലം കഴിഞ്ഞു, ഒറ്റപ്പാലത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ കഴിഞ്ഞു ലക്കടി എത്തിയപ്പോഴുണ്ട് ഒരു വീട് കണ്ടു, ഒരു നല്ല വീടാണ്, അതിലേക്കൊരു അപ്രോച്ച് റോഡുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിർത്തിയിട്ട് ഞാനും മാനേജറും കൂടെ പോയി വീടിൻ്റെ പെർമിഷൻ ചോദിക്കാനായിട്ട് പോവുകയാണ്. പോയപ്പോഴത്തേക്കും അവിടെ വന്ന് ബെല്ലടിച്ചു. വന്ന് തുറക്കുന്നത് ഈ നേരത്തെ നമ്മളെ ഗേറ്റിൽ വന്ന് നിന്ന ആ 2 പേരാണ്. ആ ഭാര്യയും ഭർത്താവാണ്. ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ വൈഫ് എഴുത്തുകാരിയാണ്. ബാലഗോപാലൻ എന്നാണ് ഡോക്ടറുടെ പേര്. എന്നിട്ട് ഇവർ വന്ന് വാതിൽ തുറക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും അത് മറന്നു, അവരെ അങ്ങനെ ഓർത്തില്ല. ആൾക്കൂട്ടത്തിൽ ഒരുപാട് പേര് വന്ന കൂട്ടത്തിലായപ്പോൾ അത് ഓർത്തില്ല. അപ്പോൾ ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ നേരത്തെ നിങ്ങളല്ലേ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, ഞങ്ങളവിടെ വന്നിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയത്. അവിടെ ഷൂട്ട് ചെയ്തു, അവർ പെർമിഷൻ തന്നു. അപ്പോൾ തന്നെ അവർ പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എത്ര പേർക്കാണ് ഭക്ഷണം വെക്കേണ്ടത്. അവർ വിചാരിക്കുന്ന ഈ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാൻ വരുന്നവർക്ക് അവർ ഭക്ഷണം വെച്ച് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ചന്ദനത്തിലുള്ളൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു. അത് ലൈറ്റ് ബോയ്സ് ലൈറ്റ് എടുത്തിട്ട് പുറകോട്ട് ഇങ്ങനെ തിരിച്ചപ്പോഴത്തേക്കും തട്ടി താഴെ വീണ് പല പീസുകളായി. ശരിക്കും സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അത്രയൊക്കെ മതി, കാരണം അവർ വലിയ പവിത്രമായിട്ട് വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം, അത് ചന്ദനമാണ്, എല്ലാം പീസായി മറിഞ്ഞു. പക്ഷേ ഇവർ വന്നിട്ട് വളരെ, ഇന്ദുബാല എന്നാണ് ആ ചേച്ചിയുടെ പേര്, അവരും വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സാരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. എന്നിട്ടും നമ്മൾ കാണിച്ച കുഴപ്പം തീരുന്നില്ല. വേറൊരാൾ ഈ വളരെ ചൂട് പിടിച്ച് പഴുത്തിരുന്ന ഒരു ഫിൽറ്റർ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് അതിനെ കൈകൊണ്ട് പിടിക്കുന്നു, അത് നിലത്ത് പോയി വീഴുന്നു, അവിടെ ഇട്ടുന്ന കാർപ്പറ്റ് മുഴുവൻ കത്തിപ്പോകുന്നു. എന്നിട്ടും അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു അനുഭവം സുഹൃതത്തിലുണ്ടായി. എന്നിട്ട് ഈ ഹോളിസ്റ്റിക് ഹോസ്പിറ്റലായിട്ട് ചെയ്തത് മസനഗുഡിയിലാണ്. മസനഗുഡി അത് മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ യോഗ, മെഡിറ്റേഷൻ, അത്തരത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രസാദ് സാറായിരുന്നു, നരേന്ദ്രപ്രസാദായിരുന്നു ഡോക്ടറായിട്ട് അഭിനയിച്ചത്. കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു. വളരെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ അതിന് പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല. MT പറഞ്ഞ ചില സൂചനകളിൽ വെച്ചുകൊണ്ടാണ് അവിടെ അത്തരത്തിലൊരു സെറ്റ് ചെയ്തത്. അത് അതുപോലെ തന്നെ ഒരു സോങ്, ഒരു കുറച്ചുകൂടി ഒരു താന്ത്രിക് രീതിയിലുള്ളൊരു സോങ് അതിന് ഈ സുഹൃതം ഫിലിമിലുണ്ടായിരുന്നു. അതും മറ്റൊരു രീതിയിൽ സ്മോക്കും എല്ലാം ഇട്ടിട്ട് ചെയ്ത ഒരു ഇതായിരുന്നു. അത് ഒരു നല്ല അനുഭവമായിരുന്നു. തിളക്കം ജയരാജ് ഡയറക്റ്റ് ചെയ്ത പടമാണ്. അതിനു മുമ്പ് ജയരാജിൻ്റെ ഒരുപാട് പടം ഞാൻ ചെയ്തിരുന്നു. പൈതൃകം മുതൽ സോപാനം, ഹൈവേ, അശ്വാരൂഢൻ, ശാന്തം, കണ്ണകി, ഒരുപാട് പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം ചെയ്തതാണ് ഈ തിളക്കം. ജയരാജ് തന്നെയാണ് വിളിക്കുന്നത്. മനോജ്, നമ്മുടെ ദിലീപ്, വേണുചേട്ടൻ, KPSC ലളിത ചേച്ചി, സലിംകുമാർ, ഒരു വലിയ താരനിരയുള്ള ഒരു പടമായിരുന്നു. ശരിക്കും ഒരു കോമഡിയിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന
ഒരു സിനിമയാണ്. ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്തെ ഒരു മനയാണ് ഇതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് എടുത്തത്. പിന്നെ ബാക്കി കുറേ പോർഷൻ നമ്മൾ പൊള്ളാച്ചിയിലുമൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനൊക്കെ വരുന്ന സീനൊക്കെ പ്രധാനമായിട്ട് ഇവിടെ ഒറ്റപ്പാലത്തുണ്ട്. പൊള്ളാച്ചിയിലാണ് അദ്ദേഹം ഈ ബസ്സിൽ വന്നിറങ്ങുന്നതും അവിടെ നിന്ന് ഈ നാട് വിട്ടു പോകുന്നതൊക്കെ പൊള്ളാച്ചിയിലാണ് ഷൂട്ട് ചെയ്തത്. അവിടെ വെച്ചിട്ടാണ് ഈ നാടകം ഒരു സ്റ്റേജിൽ ഷോ നടക്കുമ്പോൾ ഇവരുടെ പെർഫോമൻസൊക്കെ ഉള്ളതുമൊക്കെ ആ പൊള്ളാച്ചിയിലാണ് ഷൂട്ട് ചെയ്തത്. അതിൽ സോങ് എടുക്കാൻ സമയമായപ്പോഴത്തേക്കും അതിനും കുറേ വിഷ്വലുകൾ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ ക്യാമറാമാൻ, ഡയറക്ടർ, ഞാൻ എല്ലാവരും കൂടെ ഇരുന്നൊരു എങ്ങനെ ആയിരിക്കണം ഈ ഒരു പാട്ടിൻ്റെ ഒരു രീതിയെന്ന് ആലോചിച്ചു. അപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നതാണ് കളറിൽ പാറ്റേൺ പിടിക്കാം. നീല ഡ്രസ്സാണെങ്കിൽ പ്രോപ്പർട്ടീസ് നീല തന്നെ ഉപയോഗിക്കാം, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ഉപയോഗിക്കാം, യെല്ലോ ആണെങ്കിൽ യെല്ലോ, റെഡ് ആണെങ്കിൽ അങ്ങനെ. അത്തരത്തിലാണ് പിന്നെ കുറേ വിഷ്വൽ വരച്ച് ഡയറക്ടറെയും ക്യാമറാമാനെയൊക്കെ ഞാൻ കാണിച്ചു. അതിലാണ് ഈ നാരങ്ങ പിരമിഡ് പോലെ വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ യെല്ലോ ഡ്രസ്സാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ മുളക് കൊണ്ടുള്ള ഒരു ഏരിയ മുഴുവൻ മുളക് വിരിച്ചിട്ട് അതിൽ ഇവർ കിടന്ന് പിന്നെ സോങ്ങിൻ്റെ ഭാഗങ്ങൾ ചെയ്യുന്നത്. അതിലൊരു പിന്നെ ഊഞ്ഞാലുള്ളത് റെഡാണ്. അപ്പോൾ അത്തരത്തിലൊരു റെഡിൻ്റെ ഒരു ഇത്, യെല്ലോ നാരങ്ങ വെച്ചിട്ടുള്ള യെല്ലോയുടെ ഒരു സെറ്റ്. പിന്നെ ഗ്രീനായിരുന്നു മറ്റൊന്ന്. അത് ശരിക്കും ഈ ഒരു വയലിൻ്റെ നടുക്ക് ഒരു ചെറിയ ഹട്ട്, അതിനും ഗ്രീൻ കളർ തന്നെ, ഗ്രീനിൻ്റെ പല ഷെയ്ഡുകളാണ് കൊടുത്തത്. ഒപ്പം തന്നെ ഒരു ചക്രം, ഈ വെള്ളമൊക്കെ വറ്റിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാടത്ത് വെക്കുന്ന ചക്രം, അതിനും ഒരു ഗ്രീൻ കൊടുത്തുകൊണ്ട് അത് ഉപയോഗിച്ചു. ഏറ്റവും ഒരു ഇതിനിടയിൽ വന്ന ഒരു ചെറിയൊരു ഒരു തമാശയെന്നോ അല്ലെങ്കിൽ ഒരു അബദ്ധമെന്നൊക്കെ പറയാൻ പറ്റുന്നത്, ഇതിൽ നിലം ഉഴുന്നത് ശരിക്കും അതിന് 2 പോത്ത് വേണമായിരുന്നു. ശരിക്കും മറ്റ് സെറ്റിൻ്റെ തിരക്കിൻ്റെ ഇടയിലോ എങ്ങനെയോ ആർട്ടറിയിൽ നിന്ന് പോത്തിനെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചിരുന്നു. പക്ഷേ വരേണ്ട സമയത്തല്ല അവർ വന്നില്ല, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഈ ഉഴുന്ന ഒരു സീനുണ്ട്. കയ്യിൽ മുന്തിരിയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ, ആ സെയിം കളറിലുള്ള ചായയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ്. കാവ്യ വരുന്നു. അപ്പോഴാണ് ശരിക്കും അഴകപ്പനാണ് പറഞ്ഞത്, ക്യാമറാമാനാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, ദിലീപ് വലിക്കട്ടെ, കാളയുടെ സ്ഥാനത്ത് ദിലീപും കിട്ടും. പക്ഷേ അത് നന്നായി. അതുകൊണ്ട് ആ സിനിമയിൽ കുറച്ചുകൂടി ഒരു ഇഫക്റ്റ് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ പോത്ത് അന്ന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ദിലീപിനെ ഈ നുകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ചെയ്യുന്നത്. തിളക്കം പൊതുവിൽ ചിത്രം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നത് കുറച്ച് കളർഫുൾ ആവണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ലോജിക്കൊക്കെ വിട്ടുകൊണ്ടുള്ള ഒരു തരം ട്രീറ്റ്മെൻറ്റ് മതി എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. അങ്ങനെ സോങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ എടുപ്പ് കുതിരകളെ കൊണ്ടുവന്നിട്ടുള്ള, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ദിലീപ് കുതിരപ്പുറത്ത് ഇരിക്കുന്നതും അത്തരത്തിലുള്ളത്, അതൊക്കെ പൊള്ളാച്ചിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ കൊച്ചുപ്രേമനെ ഓട്ടിക്കുന്ന ഒരു നായുണ്ട്. അപ്പോൾ നായയുടെ ഡമ്മി ഉണ്ടാക്കേണ്ടതായിട്ട് വന്നിരുന്നു. അതാണ് പിന്നെ കൊച്ചുപ്രേമൻ വെള്ളത്തിലേക്ക് ചാടുന്നു. അതുപോലെ ഈ ആയുർവേദ കൂട്ടുകൾ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന പച്ചമരുന്ന് ഉണ്ടാക്കൽ, അത്തരം കുറേ സെറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ ചെളിയിൽ വീഴുന്നു, അവിടെ നിന്ന് എണീക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും ഈ ഡമ്മിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഒരു മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിൻ്റെ കളറായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഇത് വിഷ്വലി കാണുന്നതായതുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെയൊക്കെ ഒറിജിനൽ മരുന്ന്, ഈ ചെടികളും മരുന്നും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. ഇപ്പോൾ ചാണകമൊക്കെ മുകളിൽ ആകുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ചാണകമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ആ കളർ വരുന്നത്. അതിപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് കൃത്രിമമായിട്ട് ചിലപ്പോൾ ഇലകളൊക്കെ അരച്ച് വേറൊരു തരത്തിൽ ശരീരത്തിന് കേടില്ലാത്ത തരത്തിലുള്ള ഇതായിരിക്കും അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വർക്കുകളും ഇതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഗോവയിലേക്ക് പോകുന്നത് ഡയറക്ടറും ആക്ടറുമായിട്ടുള്ള ലാല്, നമ്മുടെ ലാൽ ജോസ്, ബെന്നി പി നായരമ്പല സ്ക്രിപ്റ്റ് റൈറ്റർ, ഞാനും ആർട്ട് ഡയറക്ടർ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ശരിക്കും ഡയറക്ടർ ലാലാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഗോവയിൽ ചെന്നപ്പോഴത്തേക്കും രാത്രിയായി, ഭീകരമായ മഴയത്താണ് പിന്നെ അവസാനം ഒരു തെങ്ങിൻ തോപ്പിൻ്റെ ഇടയിലൂടി ഇങ്ങനെ പോയി വണ്ടി നിന്നു.